അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 96 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. قل من كان ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. വാവിന് ഫതഹ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുക്കാതെ മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റോ കെസ്റയാണ്, താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഫ ഇന്നഹു ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. നുന്നിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹാഇന് ശേഷം വാവ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നസ്സലഹു സായ് ഉച്ചരിക്കുമ്പോൾ അസ് ആ ഒരു സൗണ്ട് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ തേനീച്ചയുടെ മുകളിൽ എന്നൊക്കെ പറയാറില്ല, അതുപോലെ കൊടുക്കുക. നസ്സലഹു അലാ ഖൽബിക്. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചിരിച്ചിട്ട് ഉച്ചരിക്കുക. ബിഇദ്നില്ലാഹ്. ദാല് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് കെസ്റ വന്നു. അപ്പോൾ നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ലൈറ്റാക്കി താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. മുസദ്ദിഖൻ ലിമാ. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, അവിടെയും നമ്മൾ തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഖാഫിന് ഫതഹ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിക്കണം, പക്ഷേ മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. ബൈന യദൈഹി. കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. രണ്ടാമത്തെ ഇവിടെ യാനെയും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹാഇൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. അഖ്സൽ ഹൽക്കാണ് മഖ്റജ് വരുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. വഹുദൻ വബുഷ്റ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ദാലിന് ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാ ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവാണ് വന്നിട്ടുള്ളത്. തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഒതി കൊടുക്കുക കേട്ടോ. ഷീൻ കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോ ഫതഹ വന്നതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലിൽ മുഅ്മിനീൻ. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹംസക്കും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക. من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. من كان നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വാവിന് ഫതഹ തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിനെ
ലാമിലേക്ക് ലയിപ്പിച്ച് ഉന്ന കൊടുക്കാതെ മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. വമലായികതി ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹാഇന് ശേഷം യാവ് സൈറ വന്നു 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. വറുസൂലി വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. റോ വമ്മയാണ്, വമ്മയായാലും നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹാഇന് ശേഷം യാവ് സൈറ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വജിബ്രീല വമീകാൽ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെക്കുക കേട്ടോ. ബ കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക. റോ കെസ്റയാണ്, ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. വമീകാല വാവ് ഉച്ചരിക്കുമ്പോൾ ഇവിടെയും ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. മീമിൻ്റെ കൂടെ യാമദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കാഫിൻ്റെ കൂടെ അലിഫ് സൊയറയാണ് വന്നിട്ടുള്ളത്. അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്താണ് വെക്കേണ്ടത്. നൂനിന് ശ്രദ്ധ വന്നു. അഖമൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ ലക്ഷത്തിന് ഫതഹ വന്നു. അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തി ഉച്ചരിക്കുക കേട്ടോ. അതുല്ലിൽ കാഫിരീൻ അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക് ശ്രദ്ധിക്കുക കേട്ടോ. വാവിന് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇതാം ബിലാഗുന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നത്. തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് ഉന്ന കൊടുക്കാതെ മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. ലാം കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫിൻ്റെ കൂടെ അലിഫ് സൊയറയാണ് വന്നിട്ടുള്ളത്. അലിഫ് സൊയറയെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോക്ക് കെസ്റ വന്നിട്ടുണ്ട്. രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ലൈറ്റാക്കി ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആറ് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.